ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഓഫ് ആരുടെയാണ് IBS മാനുഫാക്ചറിങ് ലിമിറ്റഡ്. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട് അറിയാലോ, പിന്നെ ഡയറക്റ്റ് ലേബർ ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. സിമ്പിൾ അല്ലേ? ഓക്കെ. ദെൻ ഫാക്ടറി റെൻ്റ് ഉണ്ട്. അപ്പം ഇനി അടിയിലുള്ള പല ഓവർ ഹെഡുകളുണ്ട്. ആ ഓവർ ഹെഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഒന്ന് ഫാക്ടറി ഓവർ ഹെഡ് ആവാം, അല്ലെങ്കിൽ ഏതാവാം? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആവാം, അതും അല്ലെങ്കിൽ ഏതാവാം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഫാക്ടറി റെൻ്റ് ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അത് ഏതാണ്? ഫാക്ടറി ഓവർ ഹെഡാണ്. ഓക്കെ അല്ലേ? FO എന്ന് ഷോർട്ടാക്കിയിട്ട് വരുന്നു. ഫാക്ടറി ലൈറ്റിംഗ് ഏതാണ്? ഫാക്ടറി ഓവർ ഹെഡാണ്. ഇൻഡയറക്റ്റ് ലേബർ ഏതാണ്? അത് നിങ്ങൾ അങ്ങനെ പറയാൻ. ഇൻഡയറക്റ്റ് ലേബർ ഫാക്ടറിയിൽ ഉണ്ടാവും, ഇൻഡയറക്റ്റ് ലേബർ ഓഫീസിലുണ്ടാവും, ഇൻഡയറക്റ്റ് ലേബർ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവില്ലേ? അപ്പം മൂന്നോടത്തും വന്നൂടെ? പക്ഷെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഏതിന് പ്രയോറിറ്റി കൊടുക്കുക? അസംഷൻ ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ സാറ് ഞങ്ങൾക്ക് ഇനി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അസംഷൻ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നോർമലി ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാൽ ഏതിൽ കൊടുക്കണമെന്നാണ് ട്രെൻഡ്? ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ അതന്നെ ഫോളോ ചെയ്താൽ മതി, മെയിൻ ആവണ്ട. ഓക്കെ അല്ലേ? യെസ്. അടുത്തേതാ? ലീഗൽ ചാർജ്. ഏതാ? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. കാരേജ് ഔട്ട്വേർഡ്. നിങ്ങൾ സെയിൽ ചെയ്യുമ്പോഴല്ലേ കാരേജ് ഔട്ട്വേർഡ് വരാ. അപ്പോൾ അതേതാ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, SND എന്ന് പറയാം. അഡ്വർടൈസ്മെന്റ് ഏതാ? SD. വെയർ ഹൗസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഗോഡൗൺ റെന്റ് ആണെങ്കിലോ? ഗോഡൗണും വെയർ ഹൗസും തമ്മിൽ എന്താ വ്യത്യാസം? റോ മെറ്റീരിയൽ കീപ്പ് ചെയ്യുന്നതാണ് ഇത് ഗോഡൗൺ. അപ്പം അത് ഏതിൽ വരും? ഫാക്ടറിയിൽ വരും. സെയിൽസ് ചെയ്തിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് കീപ്പ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരാണെന്ത്? വെയർ ഹൗസ്. സാധാരണ നമ്മൾ നോർമലി ബിസിനസ് പറയുമ്പോൾ വെയർ ഹൗസ് എന്ന് ഗോഡൗൺ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻ്റർചേഞ്ചബിളി പറയുന്നുണ്ടായേക്കാം. എന്നിരുന്നാലും ഓക്കെ അല്ലേ? എന്നിരുന്നാലും എമൗണ്ട് സന്തോഷം. എന്നിരുന്നാലും ഏതാ? ഇനി ഫുള്ള് വൈബാട്ടാ, പോസിറ്റീവ്. എന്നിരുന്നാലും എന്തുണ്ടാവും? എന്നിരുന്നാലും എന്തിപ്പോൾ എന്നിരുന്നാലും ഗോഡൗണും വെയർ ഹൗസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല? പറയാറില്ല ചിലയിടത്തൊക്കെ. അത് രണ്ടും അങ്ങോട്ടും കൊണ്ടും ഉപയോഗിക്കും. ബട്ട് കോസ്റ്റിങ്ങിൽ വരുമ്പോൾ അതിനെന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. പ്രാക്ടിക്കലി അതിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ വെയർ ഹൗസിൻ്റെ റെൻറ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനും, ഗോഡൗൺ റെൻറ്റ് ഏതാണ്? ഫാക്ടറി. അത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? അഡ്മിനിസ്ട്രേറ്റർ സാലറി ഏതാ? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സെയിൽസ് പിന്നെ പറയണ്ട. സെയിൽസ് എന്തിനാണെന്നറിയോ? ഈ സാധനങ്ങളൊക്കെ ടോട്ടൽ ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താലാണ് സെയിൽസ് കിട്ടുക. അപ്പോൾ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ലെസ് ചെയ്താൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. സിമ്പിൾ അല്ലേ പരിപാടി? ഓക്കെ അല്ലേ? യെസ്. ഇതാ അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു തരാം? അതിൻ്റെ പ്രസൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാം. ശ്രദ്ധിച്ചിരിക്കുക. ഇതല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, പറയട്ടെ കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ ഏതാ ഫസ്റ്റ് വൺ? ഏതാ പറയും? ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാ? 40,000. ഡയറക്റ്റ് ലേബർ എത്രയാ? 20,000. ഡയറക്റ്റ് എക്സ്പെൻസ് എത്രയാ? 15,000. ടോട്ടൽ ചെയ്താൽ എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. എന്താ ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർ. ഏതൊക്കെ എടുത്ത് പറയും? ഫസ്റ്റ് ഫാക്ടറി ഓവർ ഏതൊക്കെയാണ്? ഫാക്ടറി റെൻ്റ് എത്ര? 4,000. പിന്നെ 6,000. പിന്നെ 12,000. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം ഞാൻ ചെയ്യുന്ന ബോർഡിൽ ഇങ്ങനെ കണ്ടില്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഉള്ളിൽ എഴുതണമെന്നൊന്നുമില്ല. ഓക്കെ അല്ലേ? ഡയറക്റ്റ് 4,000ഉം 6,000ഉം 12,000ഉം ഇവിടെ കൊണ്ടുപോയിട്ട് എടുത്തിട്ട് ആഡ് ചെയ്തിട്ടും കാണിക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്താൽ മതി. ഇത് ഇനി ഇന്നർ കോളത്തിലിട്ട്, ഇതിപ്പോൾ ചെയ്തുള്ള ഇന്നർ കോളത്തിലിട്ട് അതിനെ ടോട്ടൽ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതാനാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ വെച്ചാൽ ഇല്ല. ടൈം കൺസ്യൂമിങ് അല്ലേ? ഓക്കെ. എന്നിട്ട് 75,000 കൂടെ ഈ പറയുന്ന 3 ഐറ്റം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇത് 97,000. പേരെന്താ? വർക്ക് കോസ്റ്റ്. ഇനി എന്താ ആഡ് ചെയ്യണം? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓരോന്നായി പറയും, ഓർഡറിൽ പറയും. ഫസ്റ്റ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഏതാ? ലീഗൽ ചാർജ് എമൗണ്ട് എത്രയാ? 2,000. അത് കണ്ട ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് 5 ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേറ്റർ സാലറി എത്ര? 7,000. ദെൻ അടുത്തേതാ? വേറല്ല അല്ലേ? അപ്പോൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കണ്ടാ ഞാൻ പറയുന്നത്? എന്താണോ ഓഫീസ് ചെയ്തത് ആ പാറ്റേണിൽ ഇതുപോലെ ഡയറക്റ്റ് എഴുതി ആഡ് ചെയ്താൽ മതി പറയും.
ദെൻ എന്താ ആഡ് ചെയ്യണം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ക്യാരേജ് ഔട്ട്വേർഡ് ഉണ്ട് അല്ലേ, 1000. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് എത്ര? 2000. പിന്നെ വെയർ ഹൗസ് റെൻ്റ് എത്ര? 4000. അപ്പോൾ ടോട്ടൽ ചെയ്താൽ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും 1,12,000. എന്താ ആഡ് ചെയ്യാം? പ്രോഫിറ്റ് ആഡ് ചെയ്യാം. പക്ഷെ പ്രോഫിറ്റ് അറിയില്ല, എന്തറിയാം? സെയിൽസ് അറിയാം. അപ്പോൾ സെയിൽസ് കണ്ട് കോസ്റ്റും അറിയാം. സെയിൽസ് കാണലല്ല, സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? സെയിൽസ് മൈനസ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? 38,000. സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ അല്ലേ? യെസ് അല്ലേ? ഏതിൽ? ആൻസർ കീഴല്ലേ? നിങ്ങൾ ചെയ്ത് നോക്കുക, അതാ ശരി നോക്കാൻ. ഓക്കെ അല്ലേ? 3000 അതിലെടുത്തുള്ളത് ശരിക്കും ക്വസ്റ്റ്യനിൽ 3000 ആണോ? ഓക്കെ, നിങ്ങൾ എന്താണോ ടെക്സ്റ്റിലുള്ള ഫോളോ ചെയ്ത് എഴുതിക്കും. അല്ലെങ്കിൽ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ 3000 എന്തായിക്കോ 4000 ആയിക്കോ, ഇറ്റ്സ് അപ് ടു യു. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, ഇറ്റ്സ് ഓൺലി എ ക്ലറിക്കൽ മിസ്റ്റേക്ക്, ദാറ്റ്സ് ഓൾ.